വാസുദേവ, ഒരുവൻ ശ്രേഷ്ഠനായി തീരണമെങ്കിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്? കേട്ടുകൊള്ളൂ പാർത്ഥ. എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്, എന്നെ അഭയമായി പ്രാപിച്ചുകൊണ്ട്, എൻ്റെ ഒരംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരിലും ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കുകയും എല്ലാവർക്കും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും സഹജീവികളെ സ്നേഹിക്കുകയും ചെയ്യുക. യഥാർത്ഥപരമായ സ്നേഹത്തിലൂടെ മാത്രമേ ദൈവിക ചൈതന്യം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും സ്വന്തം കർമ്മങ്ങൾ നീ അനുഷ്ഠിക്കുകയും എല്ലാം ദൈവമാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. അതുവഴി മാത്രമേ നിനക്ക് ശ്രേഷ്ഠതയുണ്ടാകുകയുള്ളൂ. നിൻ്റെ മുൻജന്മ പാപങ്ങൾ നശിക്കുന്നതിനും നീ വളരെ ശുദ്ധനായിത്തീരുന്നതുമാണ്. ഇതേ വിധത്തിൽ നീ ദിവസേന നാമജപത്തോടുകൂടെയും മന്ത്രജപത്തോടുകൂടെയും ഈശ്വര സാന്നിധ്യത്തിനായി നീ പ്രാർത്ഥിക്കുക. അതുവഴി മാത്രമേ നിനക്ക് ശ്രേഷ്ഠതയുണ്ടാകുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാൾ മരണാനന്തരം വിഷ്ണുലോകം പ്രാപിക്കുന്നു. ബ്രഹ്മപദത്തിൽ തന്നെ നീ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ നീ നല്ല ഒരു മനുഷ്യനാവാൻ ശ്രമിക്കുക. നല്ല മനുഷ്യനായാൽ സർവവും നിനക്ക് സാധിക്കുന്നതാണ്. അതിനായി ശ്രമിക്കൂ പാർത്ഥ. സർവ്വതിലും നിനക്ക് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാനായി ഇതേ വിധത്തിൽ നീ ചെയ്യുക. ഭഗവാന്റെ അംശമാണ് ഈ ലോകം മുഴുവൻ. ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. ഭഗവാനിൽ നിന്നും ഒന്നും വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഭഗവാന്റെ ചിന്തയിൽ ജീവിക്കൂ. സർവമംഗളങ്ങളും സർവർക്കും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.